ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഈ നിങ്ങൾ എപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ആശയത്തെ കൂടെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളൊരു ആശയം കൂടിയാണ്. ആ ആശയം എന്ന് പറയുന്നത് നിങ്ങൾ പിൻപറ്റുന്നത് ഏത് ആശയമാണോ ആ ആശയവുമായി ബന്ധപ്പെട്ട സമീപനമായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനകത്തും ഉണ്ടാവുക. ഇപ്പം നമുക്കറിയാലോ, ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഉന്നത കുലജാതൻ എന്നൊരു വാക്ക് പ്രയോഗിക്കുമോ? കാരണം അയാൾ പിൻപറ്റുന്ന ആശയം അത്തരത്തിലൊരു പ്രയോഗം നടത്താൻ അയാളെ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി പിൻപറ്റുന്ന ആശയം ഇത്തരത്തിലുള്ള പ്രയോഗത്തിൻ്റെ സാധ്യതകൾ തുറന്നിടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിൻപറ്റുന്ന ആശയം ബി ജെ പിയുടെ രാഷ്ട്രീയ ആശയമാണ്. ബി ജെ പിയുടെ രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്നുള്ള ആശയമാണ്. ആ ഹിന്ദുത്വ എന്ന ആശയത്തിനകത്ത് ബ്രാഹ്മണനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്, കീഴാളനുണ്ട്, ചണ്ടാളനുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ജാതി വ്യവസ്ഥയുണ്ട്. ആ ജാതി വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന ഒരാൾക്ക് നിശ്ചയമായും ഈ പറയുന്ന ഉന്നത കുലജാതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉന്നത കുലജാതന്മാരെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. ആ ഒരു സമീപനം ഉണ്ടാകുന്നത് അദ്ദേഹം പിൻപറ്റുന്ന ആശയത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ബി ജെ പിയുടെ ഒരു പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ ആശയം എപ്പോഴും ബ്രാഹ്മണിക്കലാണ് എന്നുള്ളൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ടല്ലോ. എന്നാൽ അത് മറനീക്കി പുറത്തു വന്നൊരു രാഷ്ട്രീയ സന്ദർഭമുണ്ട്. എല്ലാവരും ഹിന്ദുക്കളാണ്, ആ ഹിന്ദുക്കളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ഹിന്ദുത്വ സംസ്കാരത്തെ ഈ രാജ്യത്ത് സ്ഥാപിക്കണം എന്നാവശ്യപ്പെടുന്ന ബി ജെ പി എല്ലാ ഹിന്ദുക്കളെയും ഒരുപോലെ കാണുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ.